ഈ കുഞ്ഞനന്തനെ പോലുള്ള ഹാർഡ് കോർ കൊലപാതകികളായ ക്രിമിനലുകളെ ശ്രീ എം പ്രകാശിനെ പോലുള്ള ആളുകൾ താരതമ്യപ്പെടുത്തുന്ന ആരുമായിട്ടാണ്? സ്വാതന്ത്ര്യ സമര സേനാനികൾ ജയിലിൽ കിടന്നതുമായിട്ടാ. റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയാണത്രേ. എന്ത് റവല്യൂഷണറി, എന്ത് ഡെമോക്രസി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ കുഞ്ഞനന്തൻ എന്ന് പറയുന്ന ക്രിമിനൽ, അയാളെന്താ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തോ? അയാളെന്താ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തിട്ട് ജയിലിൽ പോയാളോ? വെളിവില്ലാത്ത കുറെ പാർട്ടികളും അതിനൊക്കെ പറഞ്ഞ നേതാക്കന്മാരും അല്ല. ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം എന്ന് പറയുന്നത് CPM മുന്നോട്ട് വെച്ചൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരെ ഇത്ര ഗുരുതരമായ ആരോപണം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ആ പാർട്ടിയിൽ നിന്ന് ഒരു എതിർ ശബ്ദം ഉണ്ടാകാത്തത്? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. പ്രിവിലേജും കരുതലും എന്തുകൊണ്ടാണ് വീണ വിജയൻ ഉണ്ടാകുന്നത് എന്ന് താങ്കൾ ഒരു ചോദ്യം ചോദിക്കുന്നത് ഞാൻ തന്നെ കേട്ടു. എല്ലാം മുകളിലിരിക്കുന്ന ഒരാളുടെ ലീലകളല്ലേ? എന്തുകൊണ്ടാണ് ഗോവിന്ദന് വിജയനെ പോലെ ഒരാൾ ഇത്രയും കൊള്ളരുതായ്മകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സൂര്യനാണ് എന്ന് പറയേണ്ടി വരുന്നത്? ഇയാളും പൊട്ടനായിരിക്കും, താനും പൊട്ടനായിരിക്കും, പക്ഷെ ഞാൻ പൊട്ടനല്ല. എന്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐക്ക് പിണറായി വിജയൻ തീയിൽ കുരുത്ത കുതിരയാണെന്നും കാറ്റിൽ പറക്കുന്ന കഴുകനാണെന്നും വാഴ്ത്തി പാടേണ്ടി വരുന്നത്? TP കൊന്ന കേസിനകത്ത് കാലൻ അറിഞ്ഞിട്ടില്ല TP കൊല്ലാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. പക്ഷെ വിജയൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ സൗകര്യമില്ല വിശ്വസിക്കാൻ. കാരണം ആ തേണ്ടി RDPയുടെ തൊലി ഒരുക്കുകയാണ് ഉത്തമ. സഹിക്കുക, അല്ലാതെ എന്ത് ചെയ്യാ? സഖാവ് കൃഷ്ണപിള്ളയും അഴുക്കോടനും AKജിയും EMS ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിലെ ഇപ്പോഴത്തെ നേതാക്കന്മാരെ മുഴുവനും വെടിവെച്ച് കൊന്നിട്ട് അവര് വീണ്ടും ജയിലിൽ പോയേനെ. സ്ഥിരം പാർട്ടി ക്രിമിനലുകൾ ഇതിനകത്ത് മുഖ്യപ്രതികൾ. അങ്ങനെ വരുമ്പോ പാർട്ടി അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നമ്മളെല്ലാവരും വിജയന്റെ അടിമകളായ പ്രകാശ് മാഷുമാരല്ല. എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇതിനകത്ത് വരാൻ. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പിൽ ഒപ്പിക്കാൻ നടക്കുക. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. എല്ലാവരും പോയിക്കോ. ചെല്ലേ, നീ പോയി കിടന്നോടാ. അല്ല, നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് പറയണോ? കെടാ കെടാ കെടാ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.